السلام عليكم ورحمة الله وبركاته. رياض الصالحين ബാബുൽ മുറാഖബ. നമ്മൾ ക്ലാസ് തുടരുകയാണ്. ഹദീസ് നമ്പർ 60. ഒന്നാമത്തെ ഹദീസാണ് ബാബുൽ മുറാഖബയിലുള്ള അൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ടുദ്ധരിക്കുന്ന ഹദീസാണ്. ഖാല, ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ബൈനമാ നഹ്നു ജുലൂസുൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ഇരിക്കുമ്പോൾ, അതായത് നബി തങ്ങളും സ്വഹാബികളും ഇങ്ങനെ ഒരിടത്തിരുന്ന് സംസാരിക്കുകയാണ്. ദാത്ത യൗമിൻ, ഒരു ദിവസം, ഇത് അന്നേരം, ത്വലഅ അലൈന റജുലുൻ, ഒരാൾ നമ്മിലേക്ക് കടന്നു വന്നു. ത്വലഅ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെട്ടു. ഷദീദു ബയാളി സിയാബി, അദ്ദേഹത്തിൻ്റെ വസ്ത്രം നല്ല വെളുത്ത വസ്ത്രമാണ്. ഷദീദു സവാദി ഷഅരി, മുടി നല്ല കറുത്ത മുടിയാണ്. ലാ യുറ അലൈഹി അസറു സഫരി, യാത്രയുടെ ഒരു അടയാളവും അദ്ദേഹത്തിൽ കാണപ്പെട്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മൾ പോകുമ്പോൾ ഇക്കാലഘട്ടത്താണെങ്കിൽ AC റൂമിൽ നിന്ന് പോയി AC കാറിലൂടെ സഞ്ചരിച്ചാൽ, ഫ്ലൈറ്റിൽ സഞ്ചരിച്ചാൽ അവിടെ പിന്നെ യാത്രയുടെ അടയാളം കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ പഴയ കാലഘട്ടത്ത് യാത്രക്കാരിൽ വിയർപ്പും അതുപോലെ സൂര്യവെളിച്ചം തട്ടിയിട്ട് അതിൻ്റേതായ ക്ഷീണവും കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും കാണും. അപ്പോൾ ആ വന്ന വ്യക്തിയിൽ യാത്രയുടെ അടയാളമൊന്നും കാണുന്നില്ല. വലാ യഅരിഫുഹു മിന്നാ അഹദുൻ, അദ്ദേഹത്തെ ഞങ്ങൾ ആരും അറിയുമില്ല. അതായത് സ്വാഭാവികമായിട്ടും സ്വഹാബികൾ കുറച്ചു പേരല്ലേ ഉള്ളൂ, പരസ്പരം അവർക്ക് അറിയാം ഇതൊരു സ്ട്രേഞ്ചറാണ്. ഹത്താ ജലസല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ വന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തിരുന്നു. ഫഅസ്നദ റുക്ബതൈഹി, വന്നിരുന്ന് തൻ്റെ രണ്ട് മുട്ടിനെ ചേർത്ത് വെച്ചു. ഇലാ റുക്ബതൈഹി, നബി തങ്ങളുടെ മുട്ടിലേക്ക് ചേർത്ത് വെച്ചിരുന്ന്. നമ്മൾ നിസ്കാരത്തിലൊക്കെ ഇരിക്കൂലേ, ഒന്നാമത്തെ തഹിയ്യാത്തിൽ ആ രൂപത്തിലാകണം. വവളഅ കഫൈഹി, തൻ്റെ രണ്ട് കൈകളെ വെച്ചു. അലാ ഫഖിദൈഹി, ഇവിടെ തൻ്റെ രണ്ട് തുടകളുടെ മേൽ. വഖാല, എന്നിട്ട് ചോദിച്ചു, യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരുമോ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സാധാരണ നമ്മൾ ഇസ്ലാം കാര്യങ്ങൾ 5 എന്ന് പറയാറുണ്ടല്ലോ, ആ 5 കാര്യങ്ങൾ ഇവിടെ നിന്നാണ്, ഈ ഹദീസിൽ നിന്നാണ്. ഈ ഹദീസ് വളരെ പ്രസിദ്ധമായ ഹദീസാണ്. അൽ ഇസ്ലാമു അൻ തഷ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു അമുസ്ലിമായ വ്യക്തി മുസ്ലിമാകണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അൻ തഷ്ഹദ, അവൻ സാക്ഷ്യം വഹിക്കലാണ്. സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് ഉറപ്പിച്ച് നാവുകൊണ്ട് പ്രഖ്യാപിക്കുക, അതിനാണ് സാക്ഷ്യം വഹിക്കുക. ഷഹാദത്ത് കലിമ, ഷഹാദത്ത് എന്ന് പറയുന്നത്. എന്താണ് കലിമത്ത്? എന്താണ് പറയേണ്ടത്? അല്ലാ ഇലാഹ, ഒരു ഇലാഹും ഇല്ല, ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായ ഇലാഹ് അത് അള്ളാഹു മാത്രമാണ് എന്ന് പ്രഖ്യാപിക്കലാണ്. അന്ന മുഹമ്മദൻ, അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് പ്രഖ്യാപിക്കലാണ്. വതുഖീമ സ്വലാത്ത, 5 വഖത്ത് നിസ്കാരം കൃത്യമായി നിർവഹിക്കലാണ്. വതുഅ്തിയ സക്കാത്ത, സക്കാത്ത് കൃത്യമായി കൊടുത്തു വീട്ടലാണ്. വതസ്ഊമ റമദാന, റമദാൻ മാസം നോമ്പ് കൃത്യമായി നോക്കലാണ്. വതഹുജ്ജൽ ബൈത്ത, ഹജ്ജ് കൃത്യമായി ചെയ്യുക. ഇനിസ്തതഅത ഇലൈഹി സബീല, ഹജ്ജ് ചെയ്യാനുള്ള സാഹചര്യം ഒത്തുവന്നാൽ നിർബന്ധമായും ഹജ്ജ് ചെയ്യണം. അപ്പോൾ ഇസ്ലാം കാര്യങ്ങൾ 5 അത് പറഞ്ഞു. ഖാല സദഖ്ത, ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം, ആ വന്ന വ്യക്തി, സദഖ്ത എന്ന് പറഞ്ഞു. സദഖ്ത എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്നവിടെ ശരിവെച്ചു, വെരിഫൈ ചെയ്തു. ആ ഇൻഫർമേഷൻ ശരിയാണെന്ന് വെരിഫൈ ചെയ്തു. സത്യത്തിൽ അങ്ങനെ വന്ന ആൾ നബിത്തങ്ങളോട് എന്തെങ്കിലും ഒരു സംശയം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അറിവ് ചോദിച്ചു വരുന്ന ആൾ നബിത്തങ്ങൾ അദ്ദേഹത്തോട് വിവരം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പറയുന്ന വാക്കല്ല. എല്ലാവരും
അത് അങ്ങനെ അംഗീകരിച്ചു പോകലാണ്. പക്ഷെ ഇവിടെ ഇങ്ങോട്ട് വെരിഫൈ ചെയ്യുകയാണ്, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. ഫഅജിബ്ന, അപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞങ്ങൾ അത്ഭുതപ്പെട്ടു. ലഹു യസ്അലുഹു വയുസദ്ദിഖുഹു, അദ്ദേഹം ചോദിക്കുന്നു, പിന്നെ ആ ചോദിച്ചത് ശരിയാണെന്ന് ശരിവെക്കുകയും ചെയ്യുന്നു. ആ ഇൻഫർമേഷൻ, ഉത്തരം ശരിയാണെന്ന്. അപ്പോൾ അതൊരു അത്ഭുതമുള്ള കാര്യമല്ല. ആരാണിത്, എന്താണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം, ഒന്നും മനസ്സിലാകുന്നില്ല. ഖാല ഫഅഖ്ബിർനി അനിൽ ഈമാൻ, അവിടെ നിർത്തിയില്ല. രണ്ടാമത്തത് ഈമാൻ എന്താണെന്ന് ചോദിച്ചു. ഖാല അൻ തുഅ്മിന ബില്ലാഹ്, അള്ളാഹുവിൽ നീ വിശ്വസിക്കുക, വ മലായികത്തിഹി, അള്ളാഹുവിൻ്റെ മലായികത്തിലും വിശ്വസിക്കുക, വ കുതുബിഹി, അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളിലും, വ റുസുലി, അള്ളാഹു ഇറക്കി അള്ളാഹുവിൻ്റെ മുർസലുകൾ അള്ളാഹു അയച്ച പ്രവാചകന്മാരിലും വിശ്വസിക്കുക, വൽ യൗമിൽ ആഖിരി, അന്ത്യനാളിൽ വിശ്വസിക്കുക, വ തുഅ്മിന ബിൽ ഖദരി, ഖദറിൽ വിശ്വസിക്കുക. ഖദർ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ, ഖൈരിഹി വ ശർരിഹി, അള്ളാഹു തആലയുടെ നിനക്ക് ഖൈറും ഷറും നൽകിയിട്ടുണ്ടാകും, അതൊക്കെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നാണെന്ന് വിശ്വസിക്കുക. നമ്മൾ ഈമാൻ കാര്യങ്ങൾ 6 പറയാറുണ്ട്, പഠിച്ചിട്ടുണ്ട്. ആ 6 ഇവിടെ പറഞ്ഞത്. ഖാല സദഖ്ത, രണ്ടാമത്തെ ചോദ്യത്തിന് ആൻസർ കിട്ടിയപ്പോഴും വന്ന വ്യക്തി സദഖ്ത, നിങ്ങൾ പറഞ്ഞത് സത്യമാണ് എന്ന് അവിടെ നിന്ന് വെരിഫൈ ചെയ്യുകയാണ്. ഖാല ഫഅഖ്ബിർനി അനിൽ ഇഹ്സാൻ, മൂന്നാമത്തെ ചോദ്യം ഇഹ്സാനിനെ കുറിച്ചാണ്. അപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് ചോദിച്ചു, ഈമാനിനെ കുറിച്ച് ചോദിച്ചു, മൂന്നാമത്തത് ഇഹ്സാൻ എന്താണ്. ഖാല, അപ്പം നബിത്തങ്ങൾ പറഞ്ഞു, അൻ തഅ്ബുദല്ലാഹ, നീ അള്ളാഹുവിനെ ആരാധിക്കലാണ്, കഅന്നക തറാഹ്, നീ അവനെ അള്ളാഹുവിനെ കാണുന്നത് പോലെ നീ അള്ളാഹുവിനെ ആരാധിക്കുക. ഫഇല്ലം തകുൻ തറാഹു, നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും ഫഇന്നഹു യറാക്, അവൻ നിന്നെ കാണുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബാബുൽ മുറാഖബ. മുറാഖബ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു നിന്നെ വീക്ഷിക്കുന്നുണ്ട്, നിന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധ്യം. ആ ബോധ്യത്തോടെ നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോൾ നമ്മുടെ ഇബാദത്തിൻ്റെ ക്വാളിറ്റി കൂടും. അങ്ങനെയാണല്ലോ ഓഫീസുകളിലൊക്കെ ബോസ് കാണുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ വർക്കിൻ്റെ ക്വാളിറ്റി കൂടും. അത് സ്വാഭാവികമാണ്, ഒരു മനുഷ്യൻ്റെ അതൊരു പ്രകൃതമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെയൊക്കെ ബോസ് ആരാണ്? അള്ളാഹുവാണ്. നമുക്കെല്ലാം നൽകിയത് അള്ളാഹുവാണ്. ആ അള്ളാഹുവിന് നമ്മൾ ഇബാദത്ത് ചെയ്യുകയാണ്. ആ ഇബാദത്ത് ചെയ്യുമ്പോൾ അവൻ എന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടെ ഇബാദത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി കൂടും. അത് സ്വാഭാവികമാണ്. പക്ഷേ ഒരു ചോദ്യമുണ്ട് ഇവിടെ. നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യാന്ന് പറയാം? ഫഇല്ലം തകുൻ തറാഹു, ശരിയാണ് നീ കാണുന്നില്ല എന്നത്. ഫഇന്നഹു യറാക്, അപ്പം നീ അള്ളാഹുവിനെ കാണുന്നു എന്ന രൂപത്തിൽ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അള്ളാഹു എന്നെ കാണുന്നു എന്ന കോലത്തിലെങ്കിലും നീ എന്താക്കണം? നീ ഇബാദത്ത് ചെയ്യണം. അതായത് നമ്മളതിൻ്റെ ഒരു മനസ്സിലാക്കുന്നൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മുമ്പിൽ പോലീസ് ഉണ്ടെങ്കിൽ അവിടെ തെറ്റ് ചെയ്യില്ല, ഒരു വയലേഷൻ നടത്തൂല. കൃത്യമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ പോലീസ് ഉണ്ടെങ്കിൽ കൃത്യമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രം ഡ്രൈവ് ചെയ്യുകയുള്ളൂ. പോലീസ് ഇല്ലെങ്കിലോ, നമ്മുടെ കൺവെട്ടത്തിൽ, നമ്മുടെ കണ്ണിൽ മുമ്പിൽ എവിടെയും പോലീസ് കാണുന്നില്ലെങ്കിൽ ട്രാഫിക് നിയമങ്ങൾ പാലിക്കാതെ പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതേസമയം പോലീസ് കാണുന്നില്ലെങ്കിലും പോലീസ് എന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടെ നമ്മൾ ഡ്രൈവ് ചെയ്യാറുണ്ട്. അതെങ്ങനെയാണ്? നമ്മളെ പോലീസ് കാണുന്നില്ല, പക്ഷേ നമ്മൾ പോലീസിനെ കാണുന്നില്ല, പക്ഷെ നമ്മളെ പോലീസ് ക്യാമറയിലൂടെ, റഡാറിലൂടെ കാണുന്നുണ്ട്. ആ ബോധ്യം നമുക്കുള്ളത് കൊണ്ട് റഡാറിനെ കാണുമ്പോൾ നമ്മൾ നിയമം പാലിക്കാറുണ്ട്. നിയമം എപ്പോൾ പാലിക്കാനുള്ളതാണ്, ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ പോലീസ് നമ്മളെ കാണുന്നില്ലെങ്കിലും, നമ്മൾ പോലീസിനെ കാണുന്നില്ലെങ്കിലും പോലീസ് നമ്മളെ കാണുന്നുണ്ട് റഡാറിലൂടെ എന്ന ബോധ്യം വരുമ്പോൾ നമ്മൾ ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നത് പോലെ നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ഇബാദത്തൊക്കെ ക്വാളിറ്റി കൂടും. അതുപോലെ നമ്മൾ തെറ്റുകൾ ചെയ്യില്ല. അതാണ് ശരിക്കും മുറാഖബ എന്ന് പറഞ്ഞാൽ.
ഖാല ഫഅഖ്ബിർനി അനിസ്സാ, പിന്നെ ചോദിക്കുന്നത് ഖിയാമത്ത് നാളിനെ കുറിച്ചാണ്. ഖാല മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ്സായിൽ, ചോദിക്കപ്പെടുന്ന വ്യക്തി ചോദിച്ച ആളെക്കാളും കൂടുതൽ അറിയുന്നവനല്ല. ചോദിക്കപ്പെടുന്ന മസ്ഊലാണ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. സായിൽ ചോദിക്കുന്ന ആൾ അത് ജിബ്രീലാണ്. അപ്പോൾ ജിബ്രീൽ അറിയുന്ന ആ സംഗതി മാത്രമേ ഖിയാമത്ത് നാളിനെ കുറിച്ച് എനിക്കും അറിയുകയുള്ളൂ എന്നാണ് അതൊന്ന് മനസ്സിലാകുന്നത്. ഏതായാലും ഖിയാമത്ത് നാളിൻ്റെ എക്സാക്റ്റ് ഡേറ്റാണ്, അത് ഡേറ്റ് വെളിപ്പെടുത്തിയിട്ടില്ല എന്നാണ് മറുപടി പറഞ്ഞത്. ഖാല ഫഅഖ്ബിർനി അൻ അമാറാത്തിഹ, ശരിയാണ്, ഖിയാമത്ത് നാളിൻ്റെ ഡേറ്റ് അറിയില്ല, പക്ഷേ അതിൻ്റെ അമാറാത്ത്, അടയാളങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഖിയാമത്ത് നാളിൽ ചെറുതും വലുതുമായ ധാരാളം അടയാളങ്ങളുണ്ട്. വലിയ അടയാളങ്ങൾ 10 അടയാളങ്ങൾ അത് വരാനുണ്ട് അവസാനം. ചെറിയ അടയാളങ്ങൾ ധാരാളമായി വന്നു കഴിഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ചില അടയാളങ്ങൾ ഇവിടെ പറയുകയാണ്. ഒന്നാമത്തത് അന്തലിദൽ അമതു റബ്ബതഹ, അമത്ത് ഒരു വെള്ളാട്ടിയായ സ്ത്രീ അഥവാ ഒരു അടിമ സ്ത്രീ, റബ്ബതഹ അടിമ സ്ത്രീയുടെ യജമാനനെ പ്രസവിക്കുക. എന്താ അതിൻ്റെ അർത്ഥം? ഒരു യജമാനൻ അടിമ സ്ത്രീയെ പെരുമാറുന്നത് എങ്ങനെയായിരിക്കും? ശകാരിച്ചുകൊണ്ടും പലപ്പോഴും ബ്ലെയിം ചെയ്തുകൊണ്ടായിരിക്കും പെരുമാറുക. അതേ രൂപത്തിലായിരിക്കും തൻ്റെ ഉമ്മയോട് മക്കൾ പെരുമാറുന്നത്. അങ്ങനെ ഉമ്മയെ ഒരു അടിമ സ്ത്രീയെപ്പോലെ കാണുന്ന മക്കൾ, അങ്ങനെയുള്ളൊരു കാലം വന്നാൽ അത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. പലപ്പോഴും ഇന്നത്തെ സാഹചര്യം നോക്കുമ്പോൾ നമുക്കത് ഓർമ്മ വരികയാണ്. ഈ ഹദീസിൻ്റെ യഥാർത്ഥ ഒരു റിഫ്ലക്ഷൻ നമ്മുടെ മുമ്പിൽ കാണുന്നുണ്ടോ എന്നുള്ളത് അല്ലാഹു തആല കാത്ത് സലാമത്താക്കട്ടെ. പാരൻറ്റിങ് ഇപ്പോൾ റിവേഴ്സ് സംഭവിച്ചിട്ടുണ്ട്. നേരത്തെയൊക്കെ ബാപ്പയും ഉമ്മയും മക്കളോട് നിർദ്ദേശിക്കലായിരുന്നു, ഉപദേശിക്കലായിരുന്നു. ഇപ്പോൾ മക്കൾ ഉമ്മാനെ ഉപദേശിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. വഅൻതറൽ ഹുഫാത്ത, ഹുഫാത്ത എന്ന് പറഞ്ഞാൽ ചെരുപ്പ് ധരിക്കാത്ത, അൽ ഉറാത്ത, ഉറാത്ത എന്ന് പറഞ്ഞാൽ നഗ്നരായ, അൽ ആലത്ത ദരിദ്രരായ, റിആ അശ്ശായി, റിആ അശ്ശായി, ഷായി എന്ന് പറഞ്ഞാൽ ചായ അല്ല, ആടുകളെ മേയ്ക്കുന്ന ദരിദ്രരായ, നഗ്നരായ, ചെരുപ്പ് പോലും ധരിക്കാൻ സാധിക്കാത്ത അത്രയും സാധുക്കൾ, അവരെ നീ കാണുക. യതതാവലൂന ഫിൽ ബുനിയാൻ, വലിയ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി, നീളമുള്ള ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി അവർ മത്സരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ രണ്ടർത്ഥം. ഒന്ന്, അവർ വലിയ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നു, അതിൻ്റെ അർത്ഥം അവരുടെ ദാരിദ്ര്യം അങ്ങേ പോയിട്ടുണ്ട്, ഇപ്പോൾ വളരെ റിച്ചാണെന്നർത്ഥം. നമുക്കത് നമ്മുടെ കൺമുമ്പിൽ കാണുന്നുണ്ട്. യഥാർത്ഥ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി മത്സരിക്കുന്നത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഒരർത്ഥം അതാണ്. രണ്ടാമത്തെ അർത്ഥം, പൈസ കയ്യിലില്ലെങ്കിലും ഷോ ഓഫ് കാണിക്കും, അതും നമ്മൾ ഇന്ന് കാണുന്നുണ്ട് അല്ലേ? സംഗതി ദരിദ്രരാണ്, ഒന്നുമില്ല, എന്നാലും കല്യാണവും അതുപോലെ മറ്റുള്ള പരിപാടികളൊക്കെ നല്ല ജോറായി നടക്കണം. ഷോ ഓഫ്, അത് സ്റ്റാറ്റസിൽ കാണിക്കാനും റീൽസിലും മറ്റുമൊക്കെ ജനങ്ങളോട് വിളിച്ച് പറയാൻ, ജനങ്ങളോട് തൻ്റെ അവസ്ഥ ഒട്ടും മോശമല്ല, ഞാൻ ഭയങ്കര സംഭവമാണെന്ന് പറയാൻ വേണ്ടി എല്ലാവരും മത്സരിക്കും. അത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. സുമ്മൻ തലക്ക, പിന്നെ വന്ന വ്യക്തി തിരിച്ചുപോയി. ഫലബിസ്തു മലിയ, ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാനിങ്ങനെ ചിന്തിച്ചു, ഒരല്പം ഇരുന്നു. അതായത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് ചിന്തിക്കാൻ കഴിയുന്നില്ല, എന്താണ് സംഭവിച്ചത്? ഒരാൾ വരുന്നു, ചോദിക്കുന്നു, അതിങ്ങനെ ചോദിച്ചത് ആൻസർ ശരിയാണെന്ന് പറയുന്നു, തിരിച്ചു പോകുന്നു. ഇതൊരു സാധാരണ നടക്കുന്ന സംഭവമല്ല നബിത്തങ്ങളുടെ മുമ്പിൽ. സുമ്മ ഖാല, പിന്നെ നബിത്തങ്ങൾ തന്നെ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഈ സാഹചര്യം കണ്ടിട്ട് പറഞ്ഞു, യാ ഉമറേ, അതദ്രി, നിനക്കറിയുമോ മനസ്സായാലും ഇപ്പോൾ വന്ന് ചോദിച്ചു പോയ ആൾ ആരാണെന്നറിയോ? ഖുൽതു അല്ലാഹു റസൂലു അലം, അതന്നെ എനിക്ക് വേണ്ടത്, അള്ളാഹു റസൂൽ അറിയുള്ളൂ, എനിക്ക് ആളറിയില്ല. അതന്നെയാണ് ഞാൻ അത്ഭുതപ്പെട്ടിരിക്കാനുള്ള കാരണം. ഖാല, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഫഇന്നഹു ജിബ്രീൽ, അത് ജിബ്രീലാണ്, അതാകും യുഅല്ലിമുക്കും ദീനക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ദീന് പഠിപ്പിച്ചു തരാൻ വേണ്ടി വന്ന വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ മുറാഖബയുടെ ഒരുപാട് ദുറൂസ്, ബെനിഫിറ്റ്സ് ഈ ഒരു ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. നമ്മൾ മുറാഖബയുമായി ബന്ധപ്പെട്ട 2 ഭാഗങ്ങളാണ്. ഒന്ന്, പാവങ്ങളാണെങ്കിലും അവനിങ്ങനെ ഷോ ഓഫ് കാണിക്കാൻ വേണ്ടിയിട്ട്
മത്സരിക്കുമെന്ന് പറഞ്ഞ ഈ ഭാഗവാൻ തൽ ഹുഫാത്തൽ ഉറാത്ത. രണ്ടാമത്തത് അത് വളരെ എന്താ പറയുക വ്യക്തമാണ്. അൻത അബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക എന്ന് പറയുന്ന ഈ ഭാഗം. പിന്നെ ഇഹ്സാൻ എന്നുള്ളത് നമ്മൾ സാധാരണ പറയാറുണ്ട്, അത് തസൗഫിലേക്കുള്ള സൂചനയാണ്. അഖ്ബിർനി അനിൽ ഇഹ്സാൻ, വിശ്വാസ കാര്യങ്ങൾ പറഞ്ഞു, പിന്നെ കർമ്മം, നിസ്കാരം, നോമ്പ് ഇത്യാദി പറഞ്ഞു. പിന്നെ നമ്മുടെ സ്വഭാവത്തെക്കുറിച്ചാണ് ഫഅഖ്ബിർനി അനിൽ ഇഹ്സാൻ. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അതിന് ഇംഗ്ലീഷിൽ നമ്മൾ സാധാരണ എക്സലൻസി എന്ന് പറയാം. ഒരു കാര്യം ക്വാളിറ്റിയോടെ എക്സലൻ്റായി ചെയ്യുക, അതിനാണ് ഇഹ്സാൻ എന്ന് പറയുക. ഒരാൾക്ക് നോർമലായി നിസ്കരിക്കാനും പറ്റും, ഇഹ്സാനോടെ നിസ്കരിക്കാനും പറ്റും. ഇഹ്സാനോടെ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എക്സലൻ്റായി നിസ്കരിക്കുക, ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയോടെ നിസ്കരിക്കുക. അല്ലാഹു തആല നമുക്ക് ഖൈർ പഠിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.